നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. രാജേന്ദ്രൻ സർ, സൗമ്യച്ചി, അക്കുച്ചേട്ടൻ പുറത്തേക്ക് പോയായിരുന്നു. ആകാശത്ത് ഭക്ഷണം കൊണ്ടുവന്നാണല്ലേ മാഡം? ആകാശ് ഭാഗ്യവാനാ. സാറേ, ചാരു ചോദിച്ചെന്താ, സാറ് പറയുന്നത് എന്താ? ചാരു ആകാശ ട്രഷറി വരെ പോയതാ, ഇതുവരെ എത്തിയിട്ടില്ല. അതെ, അതേന്ന് ഞാനും പറയാൻ വന്നത്. സൗമ്യ ഇടയ്ക്കേറിയതാ. ചാരു, ആകാശം ഒന്ന് വിളിച്ചു നോക്കും. ശരി. വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. ദയവായി അല്പസമയം. എന്ത് പറ്റി ചാരു? ഫോൺ സ്വിച്ച്ഡ് ഓഫാ. ചാർജ് തീർന്നു പോയി കാണും. ഇല്ല രാജേന്ദ്രൻ സർ, രാവിലെ അക്കുച്ചേട്ടൻ ഫോൺ ചാർജ് ചെയ്തതാ. പിന്നെങ്ങനെയാ ഫോൺ ഓഫായി പോയത്? ഒന്നുകൂടെ വിളിച്ചു നോക്ക് ചാരു. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച്. മാഡം. എന്താ മുരുക? മാഡം, ആകാശ് സാറിന്റെ ഭാര്യ ചാരു ആകാശ് സാറിന് ഭക്ഷണമായിട്ട് വന്നിട്ടുണ്ട്. ട്രഷറിയിൽ കാശടയ്ക്കാൻ പോയ ആകാശ് സാറ് ഇതുവരെ വന്നിട്ടില്ല. വിളിച്ചു നോക്കിയപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സ്വിച്ച് ഓഫോ? അതെ മാഡം. താങ്കൾ വിളിക്കുന്ന നമ്പർ എന്താ, ആകാശിനെ കിട്ടുന്നില്ലേ? ഇല്ല മാഡം. സൗമ്യ മാഡം, ട്രഷറിയിലല്ലാതെ ആകാശ് വേറെ എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞിരുന്നോ? 2-3 ഇൻസ്പെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു മാഡം. ദിലീപേ, ഇൻസ്പെക്ഷൻ സൈറ്റിൽ ആകാശ് എത്തിയിട്ടുണ്ടോന്ന് വിളിച്ചു ചോദിക്കും. ശരി മാഡം. മാഡം, ആകാശ് സാർ സൈഡിൽ എത്തിയിട്ടില്ല. ആണോ? ട്രഷറിയിൽ എത്തിയൊന്ന് വിളിച്ചു നോക്ക്. ശരി മാഡം. മാഡം, ആകാശ് സാർ ട്രഷറിയിലും ചെന്നിട്ടില്ല. വാട്ട്? ട്രഷറിയിൽ അടയ്ക്കാനുള്ള 15 ലക്ഷം ആകാശിന്റെ കയ്യിലില്ലേ? ഉണ്ട് മാഡം. ആ കാശും കൊണ്ട് ആകാശ് എവിടെ പോയി? ഫോണും സ്വിച്ച് ഓഫാ. ഇനി ആ കാശും കൊണ്ട് മുങ്ങിയതാണോ? മാഡം, അക്കുച്ചേട്ടനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാൽ മാഡത്തിന്റെ നാവ് പൊഴുത്തു പോകും. ഞാൻ ഇല്ലാത്തത് പറഞ്ഞതല്ല. 5 മണിക്ക് മുമ്പ് കാശ് ട്രഷറിയിൽ എത്തിയില്ലെങ്കിലേ എനിക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ടി വരും. മാഡം, അതിന്റെ ഒന്നും ആവശ്യം വരില്ല. ജോലി നടക്കട്ടെ. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. ദയവായി
ഗോവിന്ദ, ചാരുമോളാ വിളിക്കുന്നത്. ആ മോളെ, ബാലമാമ, അക്കുച്ചേട്ടന് ഭക്ഷണം കൊണ്ട് ഞാൻ ഓഫീസിൽ വന്നതാ. അക്കുച്ചേട്ടൻ ഇവിടെ ഇല്ല, ട്രഷറിയിൽ പോയതാന്നാ പറഞ്ഞത്. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. മോൾ അവനൊന്ന് വിളിച്ചു നോക്ക്. വിളിച്ചു നോക്കി ബാലമാമേ, ഫോൺ സ്വിച്ച് ഓഫാ. ഓഫീസിൽ നിന്ന് ട്രഷറിയിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോ അവിടെ എത്തിയിട്ടില്ലെന്നാ പറഞ്ഞത്. 15 ലക്ഷം രൂപ ട്രഷറിയിൽ അടയ്ക്കാൻ വേണ്ടി പോയതാ. അക്കുച്ചേട്ടൻ ട്രഷറിയിൽ എത്താത്തോണ്ട് ആ കാശും കൊണ്ട് മുങ്ങിയതാണെന്ന് ചീഫ് എഞ്ചിനീയർ എന്റെ മുന്നിൽ വെച്ച് പറഞ്ഞത്. വൈകുന്നേരം 5 മണിക്ക് മുൻപ് ട്രഷറിയിൽ കാശെത്തിയില്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നൊക്കെയാ ചീഫ് എഞ്ചിനീയർ പറയുന്നത്. മോളെ, എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് പേടിയാവുന്നു ബാലമാമ. മോള് പേടിക്കൊന്നും വേണ്ട, അവിടെ വെയിറ്റ് ചെയ്തോ, അവൻ വന്നോളും. ഈ സമയത്ത് എന്തായാലും അക്കുച്ചേട്ടൻ എത്തേണ്ടതാ. ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരണമെന്ന് പറഞ്ഞ അക്കുച്ചേട്ടൻ പോയത്. വരാൻ വൈകുമായിരുന്നെങ്കിൽ അക്കുച്ചേട്ടൻ എന്തായാലും വിളിച്ചു പറഞ്ഞേനെ. കയ്യിൽ ഇത്രയും കാശുള്ളതല്ലേ. മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വരുന്നു ബാലമാമേ. മോള് വിഷമിക്കണ്ട, ഒരു കാര്യം ചെയ്യേ, മോള് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വാ. ഞാനും ഗോവിന്ദനും കൂടെ അങ്ങോട്ട് വരാം. ആ ശരി ബാലമാമേ. ഗോവിന്ദ, ഓ, എന്താ പോലെ? നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. വാ. SI സാറിനെ ഒന്ന് കാണണമായിരുന്നു. സാർ അകത്തുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. ഒരു പരാതി തരാൻ വന്നതാ. ഇരിക്കെ ഇരിക്കെ. പറയൂ, എന്താ കംപ്ലൈന്റ്? സാർ, എൻ്റെ മോൻ ഇവിടുത്തെ PWD അസിസ്റ്റന്റ് എഞ്ചിനീയറാ. അവനെ കാണാനില്ല. എപ്പം മുതലാ കാണാതായത്? ഇന്ന് 10 മണിക്ക് ശേഷമാണ് സർ. ഓഫീസിലേക്ക് പോയതാ. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണമായിട്ട് ഓഫീസിൽ ചെന്നപ്പോഴാ അക്കുച്ചേട്ടൻ ഓഫീസിൽ ചെന്നിട്ടില്ലെന്നറിഞ്ഞത്. സ്റ്റാഫിനോട് ചോദിച്ചപ്പോ ട്രഷറിയിൽ കാശടയ്ക്കാൻ പോയിട്ടേ വരൂ എന്ന് പറഞ്ഞു സർ. പക്ഷേ ആള് ട്രഷറിയിൽ എത്തിയിട്ടില്ല. എന്താ കാണാതായ ആളുടെ പേര്? ആകാശ്. ആകാശിനെ വിളിച്ചു നോക്കിയോ? നോക്കി സർ, ഫോൺ സ്വിച്ച് ഓഫാ. വേറെ എവിടെയെങ്കിലും പോവെന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു സർ, 1-2 ഇൻസ്പെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള ലൊക്കേഷനിൽ ആകാശ് എത്തിയോ? ഓഫീസിലെ സ്റ്റാഫ് വിളിച്ചു ചോദിച്ചപ്പോ അവിടെ എത്തിയിട്ടില്ലെന്നാ പറഞ്ഞത്. സർ, എങ്ങനെയെങ്കിലും അക്കുച്ചേട്ടനെ കണ്ടുപിടിക്കണം. എന്തെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ടാവുന്ന മനസ്സിൽ തോന്നുന്നു. സർ പ്ലീസ്, എങ്ങനെയെങ്കിലും അക്കുച്ചേട്ടനെ ഒന്ന് കണ്ടുപിടിക്കണം.